നമസ്കാരം, ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഇരട്ടയാർ ശാന്തിഗ്രാം പാലത്തിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് ഇരട്ടയാർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇരട്ടയാറിൽ പ്രതിഷേധവും കട്ടപ്പന PWD ഓഫീസ് ഉപരോധവും സംഘടിപ്പിച്ചു. നിരവധി പ്രവർത്തകർ സമരത്തിൽ പങ്കെടുത്തു. പാലത്തിന്റെ സംരക്ഷണ ഭിത്തി നിർമ്മിക്കുന്നതിന് പൊതുമരാമത്ത് വകുപ്പ് ബ്രിഡ്ജസ് വിഭാഗം 13,85,000 രൂപ അനുവദിച്ചതായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിഷ ഷാജി. കട്ടപ്പനയിലെ ഹോട്ടലിൽ വിളമ്പിയ കപ്പ ബിരിയാണിയിൽ നിന്ന് ജീവനുള്ള പുഴുവിനെ ലഭിച്ചതായി പരാതി. തിങ്കളാഴ്ച രാത്രിയിൽ ഇടുക്കി കവലയിലെ മഹാരാജ ഹോട്ടലിൽ നിന്നും ദമ്പതികൾ കഴിച്ച ഭക്ഷണത്തിലാണ് പുഴുവിനെ കണ്ടെത്തിയതായി പരാതി ഉയർന്നിരിക്കുന്നത്. ഇത്തരം സംഭവങ്ങൾ തുടർച്ചയായ സാഹചര്യത്തിൽ നഗരസഭയ്ക്ക് മുമ്പിൽ പ്രതിഷേധത്തിനൊരുങ്ങി CPM കട്ടപ്പന ഏരിയ കമ്മിറ്റി. രാജാക്കാട് ഗ്രാമപഞ്ചായത്തിനോട് സർക്കാരിന് അവഗണനയെന്ന ആക്ഷേപം. പഞ്ചായത്തിൽ സെക്രട്ടറി, അസിസ്റ്റന്റ് എഞ്ചിനീയർ, ഓവർസിയർ എന്നീ തസ്തികകൾ ഒഴിഞ്ഞുകിടക്കുന്നു. മുല്ലക്കാനത്ത് പ്രവർത്തിക്കുന്ന CHCയിൽ കിടത്തി ചികിത്സയില്ലെന്നും പരാതി. വണ്ടിപ്പെരിയാർ ഡൈമുക്ക് മേഖലയിൽ വീണ്ടും പുലിയുടെ ആക്രമണം. 2 ആടുകളെ പുലി കൊന്നൊടുക്കി. മൂന്നാറിലെ ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാനകൾ ഇറങ്ങി. വിശദമായ വാർത്തകൾ. ഇരട്ടയാർ ശാന്തിഗ്രാം പാലത്തിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് ഇരട്ടയാർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. DCC ജനറൽ സെക്രട്ടറി ബിജോ മാണി ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ ദിവസം ഉച്ചയോടെ പെയ്ത കനത്ത മഴയിൽ പാലത്തിന്റെ ഒരു വശത്തെ കൽക്കെട്ട് ഇടിഞ്ഞിരുന്നു. ഇതോടെ ഇതുവഴിയുള്ള ഗതാഗതത്തിന് ഭാഗികമായി നിയന്ത്രണവും ഏർപ്പെടുത്തി. 47 വർഷം മുമ്പ് നിർമ്മിച്ച പാലമാണിത്. ഇതുകൊണ്ട് തന്നെ ഇവിടെ പുതിയ പാലം നിർമ്മിക്കണമെന്ന ആവശ്യവും ശക്തമാണ്. പ്രതിഷേധത്തിന് മുന്നോടിയായി ഇരട്ടയാർ ബസ് സ്റ്റാൻഡിൽ നിന്നും കോൺഗ്രസ് പ്രവർത്തകർ പ്രകടനവും നടത്തി. കൽക്കെട്ടിടിഞ്ഞതോടെ ഇരുചക്ര വാഹനങ്ങൾ ഒഴികെ ഒരു വാഹനവും ഇതുവഴി കടത്തിവിടുന്നില്ല. ഇതോടെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ കിലോമീറ്ററുകൾ ചുറ്റി സഞ്ചരിക്കേണ്ട അവസ്ഥയിലാണ്. DCC ജനറൽ സെക്രട്ടറി ബിജോ മാണി സമരം ഉദ്ഘാടനം ചെയ്തു. ശാന്തിഗ്രാം പാലം പണം നിർമ്മിക്കാൻ വേണ്ടി അനുവദിച്ച കോടികൾ എവിടെ എന്നുള്ളതാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യം. അപ്പോൾ ഈ നാട്ടിലെ ജനങ്ങളെ പറ്റിക്കുന്നതിന് വേണ്ടിയാണ് അന്ന് 7 കോടി രൂപ ഫണ്ട് അനുവദിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഫ്ലെക്സ് ബോർഡുകൾ വെച്ച് ഈ നാട്ടിലെ ജനങ്ങളെ പറ്റിച്ചത്. അന്ന് ഫണ്ട് അനുവദിച്ചു വരുന്നെങ്കിൽ ഒരു സംശയവുമില്ല ഈ പാലത്തിൻ്റെ നിർമ്മാണം ഇപ്പോൾ പൂർത്തിയാകുവാൻ ഇപ്പോൾ വർഷം 7 കഴിഞ്ഞു. അപ്പോൾ ജനങ്ങളെ പറ്റിക്കുന്നതിന് വേണ്ടി ഫണ്ട് അനുവദിച്ചു എന്ന് പറഞ്ഞ് ബോർഡ് വെക്കുകയും എന്നാൽ നയാ പൈസ പോലും ഫണ്ട് അനുവദിക്കാതെ ഈ നാട്ടിലെ ജനങ്ങളെ വഞ്ചിക്കുകയും ചെയ്ത സർക്കാരിനെതിരെയുള്ള പ്രതിഷേധമാണ് ഈ സമരം. നമുക്കെല്ലാവർക്കും അറിയാം, ഈ ഇരട്ടയാറിനെ മറ്റു മേഖലകളുമായി ബന്ധിപ്പിക്കുന്ന പാലമാണ് ശാന്തിഗ്രാം പാലം. നിരവധി വാഹനങ്ങൾ, ആയിരക്കണക്കിന് വാഹനങ്ങളാണ് ഇതിൽ കടന്നു പോകുന്നത്. നമ്മൾ ഇരട്ടയാർ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ, അതോടൊപ്പം തന്നെ ശാന്തിഗ്രാം സെൻട്രൽ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ, അതുപോലെ കട്ടപ്പനയിൽ നിരവധി കോളേജ് വിദ്യാർത്ഥികൾ, അവരൊക്കെ ദിനംപ്രതി സഞ്ചരിക്കുന്ന ഈ പാലം അടിയന്തരമായി ഗതാഗത യോഗ്യമാക്കിയില്ല എന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഈ പ്രദേശത്തുള്ള ആളുകളുടെ ജീവിതം ദുസ്സഹമാകും. മണ്ഡലം പ്രസിഡന്റ് ഷാജി മടത്തുമുറി അധ്യക്ഷനായിരുന്നു. YC സ്റ്റീഫൻ, റജീലി പുലിക്കാട്, ജോസുകുട്ടി അരീപ്പറമ്പിൽ, രതീഷ് ആലേപ്പുരയ്ക്കൽ, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ആനന്ദ് തോമസ്, മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജോസ്ന ജോബിൻ, വിനോദ് നെല്ലിക്കൽ, അജയ് കളത്തിക്കുന്നേൽ, ഷാജി അമ്പഴത്തിനാമറ്റം എന്നിവർ സംസാരിച്ചു. ഇരട്ടയാർ ശാന്തിഗ്രാം പാലം സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് ഇരട്ടയാർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കട്ടപ്പന PWD ഓഫീസ് ഉപരോധിച്ചു. നിരവധി പ്രവർത്തകർ ഉപരോധ സമരത്തിൽ പങ്കെടുത്തു. കഴിഞ്ഞ ദിവസം ഉച്ചയോടെ പെയ്ത കനത്ത മഴയിലാണ് ഇരട്ടയാർ ശാന്തിഗ്രാം പാലത്തിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞത്. ഇതോടെ ഇതുവഴിയുള്ള വാഹന ഗതാഗതവും നിരോധിച്ചു. തങ്കമണി, തോപ്രാങ്കുടി, ചിന്നാർ ഭാഗങ്ങളിലേക്ക് പോകേണ്ട യാത്രക്കാർ കിലോമീറ്ററുകൾ ചുറ്റിയാണ് നിലവിൽ സഞ്ചരിക്കുന്നത്. ഇതോടെയാണ് പാലം ഗതാഗത യോഗ്യമാക്കണമെന്നും ചെറുവാഹനങ്ങൾ കടത്തിവിടണമെന്നും ആവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. കട്ടപ്പന PWD ഓഫീസ് പ്രവർത്തകർ ഉപരോധിച്ചതോടെ പോലീസ് സമരാനുകൂലികളെ അറസ്റ്റ് ചെയ്ത് നീക്കി. എത്രയും വേഗം പാലം ഗതാഗത യോഗ്യമാക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്ന് PWD അസിസ്റ്റന്റ് എഞ്ചിനീയർ ഉറപ്പു നൽകിയതായി നേതാക്കൾ പറഞ്ഞു. പാലം തകർന്നുമായി ബന്ധപ്പെട്ട് നമ്മൾ PWD ഓഫീസ് ഉപരോധിക്കുകയായിരുന്നു. ബഹുമാന്യായ നമ്മുടെ AEയുമായിട്ട് നമ്മൾ സംസാരിച്ച അവർ നൽകിയ ഉറപ്പിൻ്റെ പുറത്ത്, ഉറപ്പെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അതിൻ്റെ സംരക്ഷണ ഭിത്തി നിർമ്മിക്കുന്നതിന് ഫണ്ട് അനുവദിച്ച് ടെൻഡർ ഇടുകയാണ്. ഇപ്പോൾ എത്രയും പെട്ടെന്ന് അതിൻ്റെ പണി പൂർത്തീകരിച്ച് ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കാമെന്ന് അവർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. കോൺഗ്രസ് ഇരട്ടയാർ മണ്ഡലം പ്രസിഡന്റ് ഷാജി മടത്തുമുറി
DCC ജനറൽ സെക്രട്ടറി ബിജോ മാണി, കോൺഗ്രസ് ഇരട്ടയാർ മണ്ഡലം പ്രസിഡന്റ് ഷാജി മടത്തുമുറി, റിജി ഇരിപ്പുലിക്കാട്ട്, വിനോദ് നെല്ലിക്കൽ, ജോസുകുട്ടി അരിപ്പറമ്പിൽ, രതീഷ് ആലേപ്പുരയ്ക്കൽ, ആനന്ദ് തോമസ്, അജയ് കളത്തിക്കുന്നിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇരട്ടയാർ ശാന്തിഗ്രാം പാലത്തിന്റെ സംരക്ഷണ ഭിത്തി നിർമ്മിക്കുന്നതിന് പൊതുമരാമത്ത് വകുപ്പ് ബ്രിഡ്ജസ് വിഭാഗം 13,80,5000 രൂപ അനുവദിച്ചതായി ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിഷ ഷാജി. നിർമ്മാണം പൂർത്തിയാകുന്നതുവരെ ഇരുചക്ര വാഹനങ്ങൾ ഒഴികെയുള്ള മറ്റു വാഹനങ്ങൾ ഇതുവഴി കടത്തിവിടില്ലെന്നും പ്രസിഡന്റ് പറഞ്ഞു. ബ്രിഡ്ജസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് 13,80,5000 രൂപ അനുവദിച്ച് അതിന്റെ ടെൻഡർ ഇന്നിട്ടിട്ടുണ്ട്. 7 ദിവസത്തിനുള്ളിൽ ടെൻഡർ ഓപ്പൺ ചെയ്യും. ഉടൻ തന്നെ അതിന്റെ സംരക്ഷണ ഭിത്തി കെട്ടുന്നതിനുള്ള നടപടികൾ ഉണ്ടാകും. പിന്നെ നമുക്കിപ്പോൾ ആ പാലത്തിന്റെ നമുക്ക് വണ്ടി കയറ്റി വിടാൻ പറ്റാത്ത സാഹചര്യമാണ്. കാരണം ബ്രിഡ്ജസ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പറഞ്ഞിരിക്കുന്ന ഒരു കാരണവശാലും വാഹനങ്ങൾ കടത്തിവിടാൻ പാടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ 2 വീലർ അത്യാവശ്യം 2 വീലർ മാത്രമേ ഇപ്പോൾ കടത്തിവിടാൻ സാധിക്കുകയുള്ളൂ. ബാക്കി കാര്യങ്ങൾ ഈ സംരക്ഷണ ഭിത്തി കെട്ടിയതിന് ശേഷം നമുക്ക് വണ്ടികൾ വാഹനങ്ങൾ അതിൽ പോകാവുന്നതാണ്. അടിയന്തര പ്രാധാന്യത്തോടു കൂടി തന്നെയാണ് ഈ സംരക്ഷണ ഭിത്തി ഇപ്പോൾ കെട്ടാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ എസ്റ്റിമേറ്റും കാര്യങ്ങളും എല്ലാമായി ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചു. ഇനി അതിന്റെ ടെൻഡർ ഓപ്പൺ ചെയ്ത് ബാക്കി നടപടിയിലേക്ക് പെട്ടെന്ന് തന്നെ ഉടൻ തന്നെ അതിന്റെ നടപടി ഉണ്ടായി. ഇനി ഞങ്ങൾ പഞ്ചായത്തിൽ നിന്ന് ഞങ്ങൾ നേരിട്ട് കളക്ടറെ പോയി കാണുകയും കളക്ടറിനോട് ഈ വിവരങ്ങൾ വിശദമായിട്ട് പറയും. സബ് കളക്ടറായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷം സബ് കളക്ടർ ഉടൻ തന്നെ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റിലേക്ക് വിളിക്കുകയും ഞങ്ങളെ നേരിട്ട് ഞങ്ങൾ പിന്നെ ബ്രിഡ്ജസിന്റെ ഓഫീസിൽ ചെല്ലുകയും അവിടെ ചെന്നപ്പോൾ എയോട് കണ്ട് സംസാരിക്കുകയും ഉടൻ തന്നെ അതിന് വേണ്ട നടപടികൾ എടുക്കുകയും ഞങ്ങൾ ചെല്ലുമ്പോൾ ടെൻഡർ നടപടികൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് ഉടൻ തന്നെ ഞങ്ങളെ അറിയിക്കുകയും ചെയ്തു. പിന്നെ നമുക്ക് MLA ഓഫീസിൽ നിന്ന് ഞങ്ങളെ വിളിച്ചിരുന്നു. ബഹുമാനപ്പെട്ട ഉടുമ്പൻചോലയുടെ MLA ആണ് ഇതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുകയും ഇതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു തരികയും ചെയ്തിരിക്കുന്നത്. കട്ടപ്പനയിലെ ഹോട്ടലിൽ വിളമ്പിയ കപ്പ ബിരിയാണിയിൽ നിന്ന് ജീവനുള്ള പുഴുവിനെ ലഭിച്ചതായി പരാതി. തിങ്കളാഴ്ച രാത്രിയിൽ ഇടുക്കി കവലയിലെ മഹാരാജ ഹോട്ടലിൽ നിന്നും ദമ്പതികൾ കഴിച്ച ഭക്ഷണത്തിലാണ് പുഴുവിനെ കണ്ടെത്തിയതായി പരാതി ഉയർന്നിരിക്കുന്നത്. പുഴുവിനെ കണ്ടെത്തിയ ഭക്ഷണം പാഴ്സൽ ചെയ്യാൻ ആവശ്യപ്പെട്ടെങ്കിലും ഹോട്ടൽ ജീവനക്കാർ ഇത് നിരസിച്ചെന്ന് ദമ്പതികൾ പറഞ്ഞു. തുടർന്ന് ഇവർ നഗരസഭയിൽ പരാതി നൽകി. തിങ്കളാഴ്ച രാത്രിയിൽ കാഞ്ചാർ സ്വദേശികളായ ദമ്പതികൾ ഹോട്ടലിൽ കയറി കപ്പ ബിരിയാണി ആവശ്യപ്പെട്ടു. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആഹാരത്തിൽ പുഴുവിനെ കണ്ടത്. തുടർന്ന് വീഡിയോ എടുക്കാൻ ശ്രമിച്ചതോടെ ഹോട്ടൽ ജീവനക്കാർ വന്ന് ആഹാരം തിരികെ എടുത്തു. ഭക്ഷണം പാഴ്സൽ ചെയ്യാൻ ദമ്പതികൾ ആവശ്യപ്പെട്ടെങ്കിലും ജീവനക്കാർ വിസമ്മതിച്ചു. വിഷയം ഒത്തുതീർപ്പാക്കാൻ ഉടമ ശ്രമിച്ചതായും ദമ്പതികൾ പരാതിയിൽ പറയുന്നു. പിന്നീട് നഗരസഭയിൽ എത്തി രേഖാമൂലം പരാതി നൽകിയതായും ദമ്പതികൾ പറഞ്ഞു. തിങ്കളാഴ്ച വൈകുന്നേരം ഞാൻ എൻ്റെ ഹസ്ബൻഡും ജോലി കഴിഞ്ഞ് ഇടുക്കി കവലയിലുള്ള മഹാരാജ ഹോട്ടലിൽ ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഞങ്ങൾ ഓർഡർ ചെയ്തത് കപ്പ ബിരിയാണിയായിരുന്നു. കപ്പ ബിരിയാണി കഴിച്ച് ഞങ്ങൾ ഒരു സ്പൂൺ കഴിച്ചപ്പോഴത്തേക്കാണ് പുഴു ടേബിളിലേക്ക് ചാടിയപ്പോഴത്തേക്ക് ഞങ്ങൾ അവിടെ സപ്ലൈ ചെയ്യുന്ന സാറിനോട് പറഞ്ഞപ്പം സാർ ആദ്യം വന്ന് ചെക്ക് ചെയ്തിട്ട് വന്നത് മുകളിൽ നിന്ന് വീണതാണെന്നാണ് ഞങ്ങളോട് പറഞ്ഞത്. ഓക്കെ, ഞങ്ങളത് വിശ്വസിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് പിന്നെയും കഴിക്കാൻ തുടങ്ങിയപ്പോഴാണ് ആ ഫുഡ് ഫുള്ള് പുഴുവായിരുന്നു. നമ്മളത് കംപ്ലൈൻറ്റ് ചെയ്തപ്പോൾ അവർ പറയുന്ന മുകളിൽ നിന്ന് വീണതാണ്. അവർ ഓരോ എക്സ്ക്യൂസുകൾ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് നമ്മളത് വീഡിയോ എടുക്കാൻ ശ്രമിച്ചപ്പോഴത്തേക്ക് അവരത് ഫുഡ് തട്ടിപ്പറിച്ചുകൊണ്ട് പോവുകയും പിന്നെ പുള്ളി ഓണറെ വിളിച്ചിട്ട് കോംപ്രമൈസിന് ശ്രമിക്കുകയായിരുന്നു. പൈസ തരാം, ഈ പ്രശ്നമാക്കരുത്, വിഷയമാക്കരുത്, തൊഴിലാളികൾക്ക് അങ്ങനെ പറഞ്ഞാൽ മതി, അങ്ങനെയൊക്കെ പറഞ്ഞുണ്ടായിരുന്നു. ഇടപെട്ടത് പരാതിയെ തുടർന്ന് നഗരസഭ ആരോഗ്യ വിഭാഗം ഹോട്ടലിൽ പരിശോധന നടത്തി. സംഭവമുണ്ടായി മണിക്കൂറുകൾക്ക് ശേഷം പരാതി നൽകുമ്പോൾ പരാതിക്ക് അടിസ്ഥാനമായ ഭക്ഷണം നശിപ്പിക്കാൻ ഹോട്ടൽ ജീവനക്കാർക്ക് അവസരം ലഭിക്കുമെന്നും ഇത്തരം സംഭവങ്ങൾ ഉണ്ടായാൽ ഉടൻ തന്നെ നഗരസഭ അധികൃതരെ 9961651089 എന്ന നമ്പറിൽ അറിയിക്കണമെന്നും നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ ജിൻ സിറിയക് പറഞ്ഞു. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ നമ്മൾ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ സാധനം ഭക്ഷണം ഈ പറയുന്ന ഭക്ഷണം നമുക്ക് എടുത്ത് പാക്ക് ചെയ്യുകയും അത് നമുക്ക് ഫുഡ് സേഫ്റ്റി ഓഫീസർക്ക് കൈമാറാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. ഇത് നമ്മൾ ആ ഒരു ദിവസം കഴിഞ്ഞ് പിന്നീടുമ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഭക്ഷണത്തിന്റെ മറ്റു ഇതുമായിട്ട് ബന്ധപ്പെട്ട ഭക്ഷണ സാധനങ്ങൾ ബന്ധപ്പെട്ട ഹോട്ടൽ ഉടമയോ മറ്റു ആളുകളോ സാധനം അവിടുന്ന് മാറ്റാനിടയാവുകയും ഫലപ്രദമായിട്ട് നമുക്ക് ഇടപെടാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. അത് നമുക്ക് കറക്റ്റ് സമയത്ത് ഇൻഫോം ചെയ്താൽ, കാരണം നമ്മൾ ഇവിടുന്ന് മുനിസിപ്പാലിറ്റി എന്ന് പറയുന്നത് ഹെൽത്തിലെ ഉദ്യോഗസ്ഥർ എന്ന് പറയുന്നത് എല്ലാ ദിവസവും ഇവിടെ താമസിക്കുന്ന ആളുകൾ അങ്ങനെയുള്ള ആളുകൾ തന്നെയുണ്ട്. അത്തരം വിഷയങ്ങളിൽ നമ്മൾ ഏത് സമയത്ത് വിളിച്ചാലും നമ്മൾ പോയി ഇടപെടാറുണ്ട്. അപ്പോൾ ഈ വിഷയത്തിൽ ഇത് നമ്മളൊരു ദിവസം ഇതിന് തൊട്ട് തലയാഴ്ച ഇതേപോലെ സമാനമായ സംഭവം ഉണ്ടായി. അന്നും അത് പരാതിക്കാർ പോലും നമ്മുടെ അടുത്ത് ചിത്രത്തിൽ വന്നിട്ടില്ല. ഭക്ഷണം കഴിച്ചു എന്ന് പറയുന്ന സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ട സംഭവമല്ലാതെ പരാതിക്കാർ നേരിട്ട് മുനിസിപ്പാലിറ്റി സമീപിക്കുന്ന പരാതി പറയുന്ന സാഹചര്യം ഉണ്ടാവുകയോ സംഭവം ഉണ്ടായ സമയം തന്നെ നമ്മളെ അറിയിക്കുകയോ ചെയ്തിട്ടില്ല.
അപ്പോൾ അത് നമുക്ക് നമ്മുടെ നിയമപരമായിട്ട് നമുക്ക് ഇടപെടുന്നതിന് ചില പരിമിതികൾ ഉണ്ടാകുന്നുണ്ട്. എന്നിരുന്നാൽ തന്നെയും പരാതി നമ്മൾ ഗൗരവമായിട്ട് തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ തുടർച്ചയായിട്ട് ഈ മേഖലയിൽ ഇങ്ങനെ ഉണ്ടാകുന്നത് അത് ശരിയല്ല, അത് ഗുണകരമല്ല. അത് നമ്മുടെ ഭാഗത്തുനിന്നും തുടർച്ചയായിട്ടുള്ള പരിശോധനകൾ ഉണ്ടാകും. അതുപോലെ തന്നെ നമുക്ക് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഈ ഹോട്ടലിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കുന്നത് നമ്മുടെ നഗരസഭയ്ക്ക് ഗുണകരമല്ല. ജനങ്ങളുടെ ആരോഗ്യത്തിന് ഹാനികരമായ രീതിയിലുള്ള പ്രശ്നങ്ങൾ ആവർത്തിച്ച് ഉണ്ടാകുന്നത് നല്ലതല്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ തുടർച്ചയായ പരിശോധന ഉണ്ടാകും. നിയമത്തിൽ മുനിസിപ്പലായിട്ട് അനുശാസിക്കുന്ന വിധത്തിലുള്ള നടപടികൾ, ശക്തമായ നടപടികൾ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. കട്ടപ്പന നഗരത്തിലെ ഹോട്ടലുകളിൽ നിന്ന് തുടർച്ചയായി മനുഷ്യജീവന് ഭീഷണിയാകുന്ന തരത്തിൽ ആഹാരങ്ങൾ വിളമ്പുന്നതായും പരാതിയുണ്ട്. ഏതാനും ആഴ്ചകൾക്കുള്ളിൽ 2 ഹോട്ടലുകളിൽ നിന്നാണ് ഇത്തരത്തിലുള്ള പരാതി ഉയർന്നത്. വിഷയത്തിൽ നഗരസഭ നടപടിയുമായി മുന്നോട്ടു പോകുമ്പോഴും ഹോട്ടലുകളിൽ ഇത്തരത്തിലുള്ള പ്രവണതകൾ തുടരുകയാണെന്ന് BJP കൗൺസിലർ തങ്കച്ചൻ പുരയിടം പറഞ്ഞു. കട്ടപ്പന മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ച് ഏറെ പ്രയാസകരമായ ഒരു കാര്യം നിൽക്കുന്നത്, നമുക്കറിയാം നല്ല ജോലി തിരക്കുള്ള ഒരു വിഭാഗമാണ് ഹെൽത്ത് വിഭാഗം. അവിടെ സ്റ്റാഫിൻ്റെ കുറവും കൂടെ ഉള്ളതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. എന്താണേലും കട്ടപ്പനയെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള പുറത്തുനിന്ന് വരുന്ന ആൾക്കാരും ഒക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ കഴിക്കാനുള്ളവരാണ്, കട്ടപ്പനക്കാരും കഴിക്കുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ കട്ടപ്പനയ്ക്ക് ഇതൊരു അപമാനമായി തീരാതെ ഈ ഒരു പ്രവൃത്തി കട്ടപ്പന മുനിസിപ്പാലിറ്റിയുടെ ഹെൽത്ത് ഭാഗത്തുനിന്ന് നിരന്തരമായ കൂടെയുള്ള പരിശോധനകൾ ഉണ്ടാകുമെങ്കിൽ ഇങ്ങനെയുള്ളൊരു ദുഷ്പേര് നമുക്ക് കട്ടപ്പനയ്ക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. ഭക്ഷ്യയോഗ്യമല്ലാത്ത ഭക്ഷണങ്ങൾ വിളമ്പുന്ന ഹോട്ടലുകൾക്കെതിരെ മാതൃകാപരമായ നടപടി സ്വീകരിക്കണമെന്ന് പൊതുജനങ്ങളും ആവശ്യപ്പെട്ടു. കട്ടപ്പന നഗരത്തിൽ വൃത്തിഹീനമായതും ഭക്ഷ്യയോഗ്യമല്ലാത്തതുമായ ഭക്ഷണങ്ങൾ വിളമ്പുന്ന ഹോട്ടലുകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കാത്ത നഗരസഭയുടെ നിലപാടിനെതിരെ CPM ബുധനാഴ്ച മാർച്ചും ധർണയും സംഘടിപ്പിക്കും. ഭക്ഷ്യയോഗ്യമല്ലാത്ത ഭക്ഷണം വിളമ്പുന്നവരിൽ നിന്നും പണം പറ്റി ഒത്താശ ചെയ്യുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്ന നിലപാടാണ് നഗരസഭ സ്വീകരിക്കുന്നത്. നിയമലംഘനങ്ങൾ നടത്തുന്ന ഹോട്ടലുകളിൽ പിഴ ഈടാക്കുമെങ്കിലും പിറ്റേ ദിവസം അത് തുറന്നു പ്രവർത്തിക്കുന്ന കാഴ്ചയാണ് കാണാനാകുന്നതെന്നും CPM കട്ടപ്പന ഏരിയ സെക്രട്ടറി VR സജി പറഞ്ഞു. കട്ടപ്പന നഗരസഭയ്ക്കകത്തുള്ള ഹോട്ടലുകളിൽ തുടർച്ചയായി വൃത്തിഹീനമായ ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുക. നഗരസഭയ്ക്കകത്തുള്ള പല സ്ഥാപനങ്ങളും സമയബന്ധിതമായി പരിശോധന നടത്താതെ ഇത്തരം ആളുകൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന നടപടികളാണ് മുനിസിപ്പാലിറ്റിക്കകത്തുള്ള മുനിസിപ്പാലിറ്റിയിലെ ചെയർമാൻ അടക്കമുള്ള ആളുകളും അതുപോലെ തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും സ്വീകരിക്കുന്ന സമീപനം. ഇപ്പോൾ അടുത്ത ദിവസങ്ങളിലായി തുടർച്ചയായിട്ട് ഭക്ഷണത്തിനകത്ത് ഇപ്പോൾ ഇന്നലെ ഒരു ഹോട്ടലിൽ നിന്നും പുഴുവിനെ കണ്ടുവെന്നാണ് വിവരം ലഭിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഭക്ഷണത്തിനകത്ത് വലിയ മാലിന്യങ്ങൾ അതുപോലെ തന്നെ ജനങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയാത്ത സാധനങ്ങൾ വന്നിട്ട് നഗരസഭയിലെ ഹെൽത്ത് വിഭാഗം ഇവരിൽ നിന്നെല്ലാം പണം പറ്റിക്കൊണ്ട് ഇക്കാര്യത്തിൽ നിയമപരമായ ശക്തമായ നടപടി സ്വീകരിക്കാതെ പോകും. ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ഒരു സംഭവം ഉണ്ടായാൽ അതടച്ച് അതിന്റെ പ്രവർത്തനങ്ങൾ പരിശോധിച്ച് തുറക്കുന്നതിന് പകരം പിറ്റേ ദിവസം തുറക്കാൻ ആവശ്യമായ സഹായം ചെയ്തു കൊടുക്കുക. അതുകൊണ്ട് ഇത് തുടരുകയാണ്. ഇതിനെതിരെ CPIMന്റെ നേതൃത്വത്തിൽ നാളെ രാവിലെ 10 മണിക്ക് മുനിസിപ്പാലിറ്റിയുടെ മുന്നിൽ ശക്തമായ ഒരു പ്രതിഷേധ സമരം നടത്തുവാൻ വേണ്ടി ആലോചിച്ചിട്ടുണ്ട്. തീർച്ചയായും ഇത്തരം നടപടിയിൽ പാർട്ടിയുടെ ശക്തമായ പ്രതിഷേധം അറിയിക്കുകയാണ്. ഈ നടപടി തുടർന്നാൽ മുനിസിപ്പാലിറ്റിക്കെതിരെ ശക്തമായ പ്രക്ഷോഭ സമരങ്ങൾക്ക് CPM നേതൃത്വം കൊടുക്കും. രാജാക്കാട് ഗ്രാമപഞ്ചായത്തിനോട് സർക്കാരിന് അവഗണനയെന്ന ആക്ഷേപം. പഞ്ചായത്തിൽ സെക്രട്ടറി, അസിസ്റ്റന്റ് എഞ്ചിനീയർ, ഓവർസിയർ എന്നീ തസ്തികകൾ ഒഴിഞ്ഞുകിടക്കുകയാണ്. കൃഷിഭവനിൽ കൃഷി ഓഫീസറുമില്ല. മുല്ലക്കാനത്ത് പ്രവർത്തിക്കുന്ന CHCയിൽ കിടത്തി ചികിത്സയില്ലെന്നും പരാതിയുണ്ട്. രാജാക്കാട് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി സ്ഥലം മാറിയിട്ട് 1 മാസം കഴിഞ്ഞിട്ടും പുതിയ സെക്രട്ടറി ചാർജ് എടുത്തിട്ടില്ല. കൃഷി ഓഫീസർ സ്ഥലം മാറിപ്പോയിട്ട് 1 വർഷത്തോളമായിട്ടും പുതിയ ഓഫീസറെ നിയമിച്ചിട്ടില്ല. പഞ്ചായത്തിലെ അസിസ്റ്റന്റ് എഞ്ചിനീയറും ഓവർസിയറും സ്ഥലം മാറിപ്പോയിട്ട് 1 മാസത്തോളമായി. സേനാപതി AEയും ഉടുമ്പൻചോലയിലെ ഓവർസിയറുമാണ് പകരം ചാർജ് വഹിക്കുന്നത്. സേനാപതി കൃഷിഭവനിലെ ഉദ്യോഗസ്ഥനാണ് രാജാക്കാട് കൃഷിഭവന്റെയും ചുമതല. ഓഫീസുകളിൽ ഉദ്യോഗസ്ഥരില്ലാത്തതിനാൽ നാട്ടുകാരുടെ ആവശ്യങ്ങൾ കൃത്യമായി നടക്കുന്നില്ല. രാജാക്കാട് പഞ്ചായത്തിൽ സർക്കാർ അനുവദിച്ചു എന്ന് പറയുന്ന പഞ്ചായത്ത് കെട്ടിടത്തിന്റെ പണി ഇതുവരെയും തീർക്കുവാനോ ഉദ്ഘാടനം ചെയ്യുവാനോ ഈ സർക്കാരിനോ ഈ പഞ്ചായത്തിനോ കഴിഞ്ഞിട്ടില്ല. അതും വളരെ മന്ദഗതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ രാജാക്കാട് പഞ്ചായത്തിൽ സർക്കാർ
ഫയർ സ്റ്റേഷൻ അനുവദിച്ചു എന്ന് പറഞ്ഞതല്ലാതെ അതിൻ്റെ പ്രവർത്തനങ്ങളും പണികളുമെല്ലാം വളരെ മന്ദഗതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. രാജക്കാട് പഞ്ചായത്തിൽ കനകക്കുന്നിൽ ടൂറിസം കൊണ്ടുവരുന്ന ഒരു പദ്ധതിയുമായി സർക്കാർ മുന്നോട്ട് പോകുകയോ ചെയ്തു. പക്ഷേ ഇതുവരെയും അതിൻ്റെ ഒരു പ്രവർത്തനങ്ങളുമായി നാളുവഴി മുന്നോട്ട് പോകുവാൻ ഈ സർക്കാരിനോ രാജക്കാട് പഞ്ചായത്തിനോ കഴിഞ്ഞിട്ടില്ല. രാജക്കാട് പഞ്ചായത്തിലെ ഹോമിയോ കെട്ടിടം പണി നടക്കുന്നു, അതിൻ്റെ പണികളൊന്നും നടക്കുന്നില്ല. അതും വളരെ മന്ദഗതിയിൽ ഇഴഞ്ഞഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു. ഹോമിയോ കെട്ടിടവും പഞ്ചായത്ത് കെട്ടിടവും ഹോമിയോയുടെ ആശുപത്രിയും പഞ്ചായത്തിൻ്റെ ഓഫീസുമെല്ലാം ഇപ്പോൾ വർഷങ്ങളായിട്ട് വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ രാജക്കാട് പഞ്ചായത്തിൽ ഒരു വികസനവും ഒരു പരിപാടിയും നടക്കുവാൻ പറ്റാത്ത ഒരവസ്ഥയിലോട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിലെല്ലാം ഉപരി ഇവിടെ പാവപ്പെട്ട ആളുകളുടെ ഒരു സഹായമായി മാറിയ മുല്ലക്കാനം ആശുപത്രി, മുല്ലക്കാനം CHSയിൽ കിടത്തിൽ ചികിത്സയില്ല. അതുപോലെ തന്നെ അവിടെ കേന്ദ്ര ഫണ്ട് ഡീൻ കുര്യാക്കോസ് അനുവദിച്ച 95.48 ലക്ഷം രൂപയുടെ പദ്ധതിയുമായി വനിതാ വാർഡ് നിർമ്മാണത്തിൻ്റെ ഉദ്ഘാടനം ഇതൊന്നും നടത്തുന്നില്ല. അങ്ങനെ രാജക്കാട് പഞ്ചായത്തിൽ പൊതുവെ LDF ഭരിക്കുന്ന രാജക്കാട് പഞ്ചായത്തിനെ അവഗണനയുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. 5 കോടി രൂപ സർക്കാർ ബജറ്റിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്ന പഞ്ചായത്ത് ഓഫീസ് കെട്ടിട നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നതിനാൽ വാടക കെട്ടിടത്തിലാണ് പഞ്ചായത്ത് ഓഫീസ് പ്രവർത്തിക്കുന്നത്. 4 വർഷം കൊണ്ട് ഒരു നിലയുടെ പണി മാത്രമാണ് പൂർത്തിയാക്കാനായത്. ഹോമിയോ ഡിസ്പെൻസറിയുടെ നിർമ്മാണവും ഇഴഞ്ഞു നീങ്ങുന്നു. അനുവദിക്കപ്പെട്ട ഫയർഫോഴ്സ് ഓഫീസ് പ്രവർത്തനവും ആരംഭിക്കാനായിട്ടില്ല. അധികൃതരുടെ നിരന്തരമായുള്ള അവഗണനയിൽ നിന്ന് എന്ന് മോചനം ലഭിക്കുമെന്ന് കാത്തിരിക്കുകയാണ് രാജാക്കാടുകാർ. വണ്ടിപ്പെരിയാർ ഡൈമുക്ക് മേഖലയിൽ വീണ്ടും പുലിയുടെ ആക്രമണം. 2 ആടുകളെ പുലി കൊന്നൊടുക്കി. സ്ഥലത്ത് കൂട് സ്ഥാപിച്ച് പുലിയെ പിടികൂടണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഒരിടവേളയ്ക്ക് ശേഷമാണ് വണ്ടിപ്പെരിയാർ ഡൈമുക്കിൽ വീണ്ടും പുലിയുടെ ആക്രമണം രൂക്ഷമായിരിക്കുന്നത്. പുലിയുടെ ആക്രമണത്തിൽ 2 ആടുകളെയാണ് ഡൈമുക്ക് സ്വദേശിയായ മോഹന് നഷ്ടപ്പെട്ടത്. ഇതിൽ ഒരാടിനെ കൊന്ന് വലിയ കാറ്റാടി മരത്തിന്റെ മുകളിൽ കയറ്റിവെച്ചായിരുന്നു പുലി ഭക്ഷിച്ചത്. മറ്റൊന്നിനെ ഉൾക്കാട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. കഴിഞ്ഞ കുറെ നാളുകളായി ഈ പ്രദേശത്ത് വന്യമൃഗശല്യം കുറഞ്ഞിരുന്നു. വീണ്ടും വന്യമൃഗശല്യം രൂക്ഷമായതോടെ നാട്ടുകാർ ഭീതിയിലാണ്. അടിയന്തരമായി പ്രദേശത്ത് കൂട് സ്ഥാപിച്ച് പുലിയെ പിടികൂടാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. എന്നാൽ സംഭവം വനംവകുപ്പ് അധികൃതരെ അറിയിച്ചെങ്കിലും ഇതുവരെയും ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്ന് മോഹൻ പറഞ്ഞു. இதுக்கு ஒரு முன்கடனை யாருமே எடுக்கல. ஃபாரஸ்ட்ல கூப்பிட்டு சொன்னோம். ஃபாரஸ்ட்ல இருந்து யாருமே வாட்சரும் வரல. DFI கிட்ட சொன்னோம், DFI வரல. யாருமே இதை ஒரு பொருட்படுத்த மாட்டேங்காங்க. ஸ்கூல் பிள்ளைய சின்ன பிள்ளைய அந்த வழியை தான் போகுது, அந்த வழியை தான் வருது. ஆளுங்க வேலை முடிஞ்சு அந்த வழி தான் ஒத்தைக்கு போவாங்க வருவாங்க. அநேக பேர் அந்த வழியை போகிறாங்க. யாருமே இதை என்னன்னு கண்டுக்கிட மாட்டேங்காங்க. எங்களுக்கு என்ன ஒரே ஒரு குறிக்கோள் என்னன்னா கூடு வச்சு പുലിയെ പിടിക്കണം. കഴിഞ്ഞ 6 മാസത്തിന് മുൻപ് മൂങ്കലാർ ഭാഗത്ത് പുലിയുടെ ആക്രമണത്തിൽ നിരവധി വളർത്തുമൃഗങ്ങൾ കൊല്ലപ്പെട്ടിരുന്നു. തുടർന്ന് വനപാലകർ ഇടപെട്ട് മൂങ്കലാർ 40 ഏക്കർ ഭാഗത്ത് കൂട് സ്ഥാപിച്ചെങ്കിലും പുലി ഇതിൽ അകപ്പെട്ടില്ല. പിന്നീട് തങ്കമല, മാട്ടുപ്പെട്ടി എന്നിവിടങ്ങളിൽ കടുവയുടെ ആക്രമണത്തിലും നിരവധി വളർത്തുമൃഗങ്ങൾ ചത്തു. മൂങ്കലാറ്റിൽ സ്ഥാപിച്ച കൂടിപ്പോൾ മൂലക്കയം ഭാഗത്ത് സ്ഥാപിച്ചിരിക്കുകയാണ്. മൂന്നാറിലെ ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാനകൾ ഇറങ്ങി. മൂന്നാർ നല്ലതണ്ണി എസ്റ്റേറ്റിലാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ കാട്ടാനകൾ ഇറങ്ങിയത്. ആനകൾ പ്രദേശത്ത് കൃഷിനാശം വരുത്തി. മൂന്നാറിലെ ജനവാസ മേഖലയിൽ നിന്നും കാട്ടാനശല്യം ഒഴിയുന്നില്ല. ദിവസം കഴിയും തോറും കാട്ടാനശല്യം വർദ്ധിച്ചു വരുന്ന സ്ഥിതിയാണുള്ളത്. നല്ലതണ്ണി എസ്റ്റേറ്റിലാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ കാട്ടാനകൾ ഇറങ്ങിയത്. ആനകൾ പ്രദേശത്ത് കൃഷിനാശം വരുത്തി. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ മേഖലയിൽ കാട്ടാനകളുടെ സാന്നിധ്യമുണ്ടെന്ന് പ്രദേശവാസികൾ പറയുന്നു. പെരിയവാര, രാജീവ് ഗാന്ധി കോളനി മേഖലകളിലും കാട്ടാനകളുടെ ശല്യമുണ്ട്. വ്യാപക വ്യത്യാസമില്ലാതെ മൂന്നാറിലെ തോട്ടം മേഖലയിൽ കാട്ടാനകളുടെ സാന്നിധ്യം വർദ്ധിക്കുന്നത് ആളുകളിൽ ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട്. വേനൽ കനക്കുന്നതോടെ വീണ്ടും കാട്ടാനകളുടെ ശല്യം വർദ്ധിക്കുമോ എന്നും ആശങ്ക ഉയരുന്നു. കാട്ടാന ശല്യം പ്രതിരോധിക്കാൻ വനംവകുപ്പ് ഫലപ്രദമായ ഇടപെടൽ നടത്തണമെന്നാണ് ആവശ്യം. വണ്ടിപ്പെരിയാറിൽ കടന്നലിന്റെ ആക്രമണത്തിൽ എസ്റ്റേറ്റ് തൊഴിലാളികൾക്ക് പരിക്ക്. തങ്കമല എസ്റ്റേറ്റിൽ കാട് വെട്ടുന്നതിനിടയിൽ 3 തൊഴിലാളികൾക്കാണ് കടന്നലിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റത്. വണ്ടിപ്പെരിയാറിന്റെ വിവിധ പ്രദേശങ്ങളിലായുള്ള തേയില, ഏലത്തോട്ടം മേഖലയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് വന്യമൃഗങ്ങൾക്കൊപ്പം കടന്നൽക്കൂട്ടവും ഭീഷണി സൃഷ്ടിക്കുകയാണ്. ഒരാഴ്ചക്കിടയിൽ 15ഓളം തൊഴിലാളികൾക്കാണ് കടന്നലിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റത്. തങ്കമല എസ്റ്റേറ്റിൽ കാട് വെട്ടിത്തെളിച്ചുകൊണ്ടിരുന്ന 3 തൊഴിലാളികൾക്കാണ് കടന്നൽ ആക്രമണത്തിൽ പരിക്കേറ്റത്. തൊഴിലാളികളായ സുരേന്ദ്രൻ, മാരിമുത്ത്, പരമൻ എന്നിവർക്ക് പരിക്കേറ്റു. 18ഓളം തൊഴിലാളികൾ ഇവിടെ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. കടന്നൽക്കൂട്ടം ഇളകിയതോടെ ബാക്കിയുള്ളവർ ഓടി രക്ഷപ്പെട്ടതായി തൊഴിലാളികൾ പറഞ്ഞു. ഞങ്ങള് 10-15 പേര് എല്ലാവരും കൂടെ വെട്ടിപ്പോകുന്ന സമയത്തായിരുന്നു. ഇവരെ കൂട്ടം അടുത്ത് രാമാഷന്റെ മാന കൂടിനറിയാതെ പോയി വെട്ടിപ്പോയി. എല്ലാവരും കൂട്ട് ഓടിച്ച് ഞാൻ പിന്നെ അടുത്തുനിന്ന് തീപ്പെട്ടി മേടിച്ച് തോർത്ത് കത്തിച്ച്
അത് കത്തിയ കൊണ്ടിങ്ങനെ വീശിപ്പിന്നെ പോയത്. പരിക്കേറ്റവരെ വണ്ടിപ്പെരിയാർ ചുരക്കുളം പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെത്തിച്ച ചികിത്സ നൽകി. ദേശീയപാത 85 നേര്യമംഗലം വനമേഖലയിൽ പാതയോരത്ത് അപകടാവസ്ഥ ഉയർത്തുന്ന മരങ്ങൾ മുറിച്ചു നീക്കണമെന്നാവശ്യപ്പെട്ട് NH സംരക്ഷണ സമിതി ദേവികുളം താലൂക്കിൽ ആഹ്വാനം ചെയ്ത പൊതുപണിമുടക്ക് പൂർണ്ണം. പ്രതിഷേധ സൂചകമായി വാളറയിൽ ദേശീയപാത ഉപരോധം നടന്നു. സമരക്കാർ ദേശീയപാതയോരത്തെ മരങ്ങൾ മുറിച്ചു. നേര്യമംഗലം വനമേഖലയിൽ ദേശീയപാതയോരത്ത് അപകടാവസ്ഥ ഉയർത്തുന്ന മരങ്ങൾ മുറിച്ചു നീക്കണമെന്നാവശ്യപ്പെട്ടാണ് NH സംരക്ഷണ സമിതി ദേവികുളം താലൂക്കിൽ പൊതുപണിമുടക്കിന് ആഹ്വാനം ചെയ്തിരുന്നത്. പണിമുടക്കിൽ കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നു. സ്വകാര്യ ബസ്സുകളും ഓട്ടോ ടാക്സി വാഹനങ്ങളും നിരത്തിലിറങ്ങിയില്ല. പ്രതിഷേധ സൂചകമായി വാളറയിൽ സമരക്കാർ യോഗം സംഘടിപ്പിച്ചു. വനംവകുപ്പ് ദേശീയപാത വിഭാഗത്തെ ഭീഷണിപ്പെടുത്തിയാണ് റോഡിന്റെ വീതി വർദ്ധിപ്പിക്കാത്തതെന്ന് NH സംരക്ഷണ സമിതി ഭാരവാഹികൾ പറഞ്ഞു. വനഭൂമി അല്ലെന്നുള്ള അടിസ്ഥാന രേഖകൾ നിൽക്കെ 2023 കേന്ദ്ര സർക്കാർ ഉണ്ടാക്കിയ പുതിയ നിയമം വനഭേദഗതി നിയമത്തിൽ 95 മുമ്പ് വനേതര പ്രവൃത്തികൾക്ക് മാറ്റിയ ഏതൊരു ഭൂമിയുണ്ടോ അത് വനമല്ലെന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്ന നിയമമാണ്. ആ നിയമം നിലനിർത്തി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഹൈവേ അതോറിറ്റിയെ ഭയപ്പെടുത്തി ഈ റോഡ് 6 മീറ്റർ ഇപ്പോൾ ഉള്ള 6 മീറ്റർ തന്നെ ആക്കി നിലനിർത്തി പോകാനുള്ള നിഗൂഢ ശ്രമമാണ് കഴിഞ്ഞ 8 മാസക്കാലമായി നടത്തിയത്. അതിനിടയിലാണ് ഹൈക്കോടതി ഉത്തരവുണ്ടാകുന്നത്. ഹൈക്കോടതി ഉത്തരവുണ്ടായിട്ടും ബഹുമാന്യനായ ഇവിടുത്തെ റേഞ്ച് ഓഫീസർ പറഞ്ഞത് അത് ഞങ്ങൾക്ക് ബാധകമല്ല. ദേശീയപാതയോരത്തെ മരങ്ങൾ മുറിച്ചും സമരക്കാർ പ്രതിഷേധിച്ചു. വാളറയിൽ ദേശീയപാത ഉപരോധവും സംഘടിപ്പിച്ചു. പ്രതിഷേധ യോഗത്തിൽ NH സംരക്ഷണ സമിതി ചെയർമാൻ PM ബേബി അധ്യക്ഷനായിരുന്നു. വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും മറ്റിതര സംഘടനകളുടെയും NH സംരക്ഷണ സമിതിയുടെയും ഭാരവാഹികൾ സംസാരിച്ചു. ഉപ്പുതറ ഗവൺമെന്റ് ആശുപത്രിയെ ഡീഗ്രേഡ് ചെയ്ത് തരം താഴ്ത്തുന്നതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ സംഘടിപ്പിച്ചു. DCC ജനറൽ സെക്രട്ടറി ഷാജി പൈനാടത്ത് സമരം ഉദ്ഘാടനം ചെയ്തു. ഹൈറേഞ്ചിലെ ആദ്യത്തെ സർക്കാർ ആശുപത്രിയായ ഉപ്പുതറയിലെ കമ്മ്യൂണിറ്റി സെന്ററിന് ബ്ലോക്ക് പദവി നഷ്ടമായതിനെ തുടർന്നാണ് ഉപ്പുതറ സർക്കാർ ആശുപത്രിക്ക് മുന്നിൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമരം സംഘടിപ്പിച്ചത്. DCC ജനറൽ സെക്രട്ടറി ഷാജി പൈനാടത്ത് സമരം ഉദ്ഘാടനം ചെയ്തു. പ്രൈമറി ഹെൽത്ത് സെൻ്ററായി, മദർ PHC ആയി, അതിനുശേഷം CHC ആയി, ബ്ലോക്ക് CHC ആയി, അങ്ങനെ ഓരോ കാലഘട്ടങ്ങളിലും നമ്മുടെ ആശുപത്രി വികസനത്തിൻ്റെ പടവുകൾ താണ്ടി ഈ ഉപ്പുതറ മേഖലയിലുള്ള മുഴുവൻ ആളുകളുടെയും ആരോഗ്യ സുരക്ഷാ രംഗത്ത് ഏറ്റവും വലിയൊരു ആവശ്യമായിട്ട് ആശ്രയമായിട്ട് മാറിയ നമ്മുടെ ഈ ആശുപത്രിയാണ് തകർക്കാനായിട്ട് ചില ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ? ഞാൻ പറഞ്ഞല്ലോ, ഉപ്പുതറയേക്കാൾ എന്ത് മേന്മയാണ് പുറ്റടിക്കുള്ളത്? പ്രത്യക്ഷത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഉപ്പുതറയേക്കാൾ ഒരു മേന്മയും പുറ്റടിക്കില്ല എന്ന് നമ്മൾ പറയും. പക്ഷേ പുറ്റടിക്ക് ചില പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകൾ ഉള്ളത് കൊണ്ടാണ് നമ്മുടെ ആശുപത്രിയുടെ പദവി ഇവിടെ നിന്നും പുറ്റടിയിൽ പോയിരിക്കുന്നത്. പരിപാടിയിൽ ഉപ്പുതറ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ വിവിധ നേതാക്കന്മാർ, യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി അംഗങ്ങൾ, ഉപ്പുതറ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, നിരവധി പാർട്ടി പ്രവർത്തകരും പങ്കെടുത്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് KPSTA കട്ടപ്പന സബ് ജില്ലാ കമ്മിറ്റി ധർണ നടത്തി. സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ജോർജ് ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. ശമ്പള ബിൽ മാറുന്നതിന് വിദ്യാഭ്യാസ ഓഫീസർമാർ കൗണ്ടർ സൈൻ ചെയ്യണമെന്ന ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ വിവാദ ഉത്തരവ് അടിയന്തരമായി പിൻവലിക്കണമെന്ന് KPSTA കട്ടപ്പന സബ് ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. സബ് ജില്ലാ പ്രസിഡന്റ് ജെയ്സൺ സ്കറിയയുടെ അധ്യക്ഷതയിൽ ചേർന്ന പ്രതിഷേധ ധർണ KPSTA സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ജോർജ് ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. അശാസ്ത്രീയമായ നടപടികളെ ഒഴിവാക്കിക്കൊണ്ട് ജനകീയനായ മുഖ്യമന്ത്രി കാഴ്ച എന്താണ്? ഒരു സ്ഥാപന മേധാവിക്ക് ശമ്പള ബിൽ മാറിയെടുക്കുന്നതിനുള്ള അവകാശം അല്ലെങ്കിൽ അധികാരം, സെൽഫ് ഡ്രോയിങ് പദവി അത് ലഭ്യമാക്കുക വഴി കൃത്യമായും സുതാര്യമായും കൃത്യതയോടുകൂടിയും ഒരു ജീവനക്കാരന് ജോലി ചെയ്താൽ തക്ക സമയത്ത് അവന്റെ ശമ്പളം കിട്ടാനുള്ളൊരു സാഹചര്യം സംജാതമാക്കി. ആ സംജാതമാക്കിയ സെൽഫ് ഡ്രോയിങ് പദവി ഇപ്പോൾ മാറ്റപ്പെടുകയാണ്. 85/2024 ഉത്തരവിലൂടെ ആ സെൽഫ് ഡ്രോയിങ് പദവി നഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ ഇന്ന് എയ്ഡഡ് മേഖലയിലെ പ്രിൻസിപ്പൽമാരും ഗവൺമെന്റ് പ്രിൻസിപ്പൽമാരെ ഹെഡ്മാസ്റ്റർമാരെ എത്തിച്ചേർന്നിരിക്കുന്നു. ഇതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ എന്താണ്? പ്രത്യാഘാതങ്ങൾ
ഗവൺമെന്റ് എയ്ഡഡ് എന്നുള്ള രീതിയിലുള്ള വേർതിരിവുകൾ ഉണ്ടാക്കുക, ശമ്പളം താമസിപ്പിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാക്കുക, വിദ്യാഭ്യാസ ഓഫീസുകളെ അമിതമായി ആശ്രയിക്കുന്ന സാഹചര്യം സംജാതമാക്കുക, ഇത്തരത്തിലുള്ള രീതികളിലേക്ക് പോകേണ്ടതുണ്ടോ? ഏറ്റവും ജനകീയമായ തീരുമാനങ്ങൾ ഉണ്ടായി വരുന്നത് നമ്മുടെ വിദ്യാഭ്യാസത്തെയും ആരോഗ്യത്തെയും ഒക്കെ കേരളത്തിലെ കേൾവിപ്പെട്ട സമീപനങ്ങളായിട്ടാണ് കരുതുന്നത്. 2013 ട്രഷറികൾ ഡിജിറ്റലൈസ് ചെയ്യുകയും സ്ഥാപന മേധാവികൾ നേരിട്ട് ശമ്പള ബില്ലുകൾ സമർപ്പിച്ച് പാസാക്കിയെടുക്കാനുള്ള സാഹചര്യം UDF സർക്കാരിന്റെ ഭരണത്തിൽ ഉണ്ടായതാണ്. സാങ്കേതികമായ നൂലാമാലകൾ ഒഴിവാക്കി അധ്യാപകർക്ക് സമയത്ത് ബില്ലുകൾ മാറിയെടുക്കാൻ ഇതുവരെ സാധിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം ഇറക്കിയ ഉത്തരവിലൂടെ പ്രധാന അധ്യാപകരുടെ അധികാര പരിധികളാണ് സർക്കാർ ഇല്ലാതാക്കിയത്. അമിത ജോലിഭാരം മൂലം ജീവനക്കാരെയും അധ്യാപകരെയും ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടുകൊണ്ടിരിക്കുന്ന സർക്കാർ പുതിയ ഉത്തരവിലൂടെ കൂടുതൽ ജോലിഭാരം ജീവനക്കാരിൽ അടിച്ചേൽപ്പിക്കുകയാണ്. എയ്ഡഡ് വിദ്യാലയങ്ങളിൽ സർക്കാരിന്റെ അമിതമായ ഇടപെടലുകൾക്കും രാഷ്ട്രീയ താൽപര്യങ്ങൾക്കും പുതിയ ഉത്തരവ് വഴിവെക്കും. എയ്ഡഡ് വിദ്യാലയങ്ങളെ തകർക്കാനുള്ള ആസൂത്രിത നീക്കത്തിൽ നിന്നും സർക്കാർ അടിയന്തരമായി പിന്മാറണമെന്നും പൊതുവിദ്യാഭ്യാസ മേഖലയെ രാഷ്ട്രീയവൽക്കരിക്കാനുള്ള നീക്കം അവസാനിപ്പിക്കണമെന്നും KPSTA കട്ടപ്പന സബ് ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. ജില്ലാ സെക്രട്ടറി ജോബിൻ കളത്തിക്കാട്ടിൽ, ട്രഷറർ ജോസ് കെ സെബാസ്റ്റ്യൻ, ബിൻസ് ദേവസ്യ, ആനന്ദ് കോട്ടിരി, സിജുമോൻ ദേവസ്യ എന്നിവർ സംസാരിച്ചു. കൂമ്പൻപാറയിൽ പ്രവർത്തിക്കുന്ന പൊതുശ്മശാനത്തിന് സമീപം മാലിന്യ നിക്ഷേപം നടത്താൻ ലക്ഷ്യമിട്ടിട്ടില്ലെന്ന് അടിമാലി ഗ്രാമപഞ്ചായത്ത് അധികൃതർ. ഈ പ്രദേശത്ത് പാർക്ക് നിർമ്മാണവുമായി ബന്ധപ്പെട്ട നടപടികളുമായി ഗ്രാമപഞ്ചായത്ത് മുമ്പോട്ട് പോകുകയാണെന്ന് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം പറഞ്ഞു. ശ്മശാനവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിക്കുന്നതിനും ചില വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും പഞ്ചായത്ത് ലക്ഷ്യമിട്ടിട്ടുണ്ടെന്നും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വ്യക്തമാക്കി. അടിമാലി ഗ്രാമപഞ്ചായത്തിന് കീഴിൽ കൂമ്പൻപാറയിൽ പ്രവർത്തിക്കുന്ന പൊതു ശ്മശാനത്തിന് സമീപം മാലിന്യം നിക്ഷേപിക്കാൻ പഞ്ചായത്ത് നീക്കം നടത്തുന്നുവെന്നാരോപിച്ച് കഴിഞ്ഞ ദിവസം BJP രംഗത്ത് വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് വിഷയത്തിൽ ഗ്രാമപഞ്ചായത്ത് നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളത്. പൊതു ശ്മശാനത്തിന് സമീപം മാലിന്യ നിക്ഷേപം നടത്താൻ പഞ്ചായത്ത് ലക്ഷ്യമിട്ടിട്ടില്ലെന്ന് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം പറഞ്ഞു. ഈ പ്രദേശത്ത് പാർക്ക് നിർമ്മാണവുമായി ബന്ധപ്പെട്ട നടപടികളുമായി ഗ്രാമപഞ്ചായത്ത് മുമ്പോട്ട് പോവുകയാണ്. ശ്മശാനവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിക്കുന്നതിനും ചില വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും പഞ്ചായത്ത് ലക്ഷ്യമിട്ടിട്ടുണ്ടെന്നും അനസ് ഇബ്രാഹിം വ്യക്തമാക്കി. നമ്മൾ ശ്മശാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇൻസിനേറ്റർ മെയിൻ്റനൻസിന് ഏകദേശം 30 ലക്ഷം രൂപ ആണ് കണ്ടെത്തിയിട്ടുള്ളത്. അത് നിലവിൽ അത് കുറച്ച് അപാകതകൾ ഉണ്ടായിരുന്നു. അത് ഗൗരവമായി പരിശോധിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ടാണ് മെയിൻ്റനൻസ് വർക്കുകൾ അടിയന്തരമായി തീർക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചത്. 30 ലക്ഷം രൂപ ഇൻസിനേറ്റർ മെയിൻ്റനൻസിനും അടിസ്ഥാന സൗകര്യമായ കെട്ടിടം പണിയുന്നതിന് 8 ലക്ഷം രൂപയും അവിടെ പാർക്ക് നവീകരണത്തിനായി 18 ലക്ഷം രൂപയാണ് ഇപ്പോൾ വകയിരുത്തിയിട്ടുള്ളത്. വളരെ മനോഹരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നുള്ളതാണ് പഞ്ചായത്ത് ഉദ്ദേശിക്കുന്നത്. അടിമാലി ഗ്രാമപഞ്ചായത്ത് ക്രെമിറ്റോറിയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വരുന്ന അനാവശ്യ ചർച്ചകളെ തുടർന്ന് ആണ് ഇത് നിങ്ങളെ അറിയിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് ക്രെമിറ്റോറിയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ മനോഹരമായ ഒരു പാർക്ക് സംവിധാനവും ഇൻസിനേറ്റർ മെയിൻ്റനൻസും അതുപോലെ തന്നെ അടിസ്ഥാന സൗകര്യങ്ങളാണ് ഒരുക്കുന്നത്. വളരെ ഗൗരവമായിട്ട് അത് പഞ്ചായത്ത് ഏറ്റെടുത്തുകൊണ്ടാണ് നടത്തപ്പെടുന്നത്. വളരെ മനോഹരമായ അടിമാലി ടൗണിലെ മുഴുവൻ ആളുകൾക്കും പഞ്ചായത്തിലെ മുഴുവൻ ആളുകൾക്കും അതുപോലെ ടൂറിസ്റ്റുകൾക്കും ഉപയോഗിക്കുന്ന തരത്തിലുള്ള മനോഹരമായ പാർക്ക്, ലാഫിംഗ് പാർക്കാണ് അവിടെ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇതുമായിട്ട് വരുന്ന അനാവശ്യ ചർച്ചകൾ വളരെ നിരാശാജനകമാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ. ഏതാനും വർഷങ്ങൾക്ക് മുമ്പായിരുന്നു ശാന്തി കവാടം എന്ന പേരിൽ അടിമാലി ഗ്രാമപഞ്ചായത്ത് കൂമ്പൻപാറയിൽ പൊതു ശ്മശാനം തുറന്നത്. അടിമാലിയിൽ നിന്ന് മാത്രമല്ല സമീപ മേഖലകളിൽ നിന്നുള്ള ആളുകളും സംസ്കാര ചടങ്ങുകൾക്കായി ഈ പൊതു ശ്മശാനത്തെ ആശ്രയിക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യം നിലനിൽക്കെ പൊതുശ്മശാന പരിസരം മാലിന്യ നിക്ഷേപ കേന്ദ്രമാക്കാൻ പഞ്ചായത്ത് നീക്കം നടത്തുന്നുവെന്നായിരുന്നു BJPയുടെ ആരോപണം. ഇതിന് പിന്നാലെയാണ് വിഷയത്തിൽ ഗ്രാമപഞ്ചായത്ത് നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളത്. 25ാമത് സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിൽ മെന്റലി ചലഞ്ചഡ് വിഭാഗത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചതിന്റെ സന്തോഷത്തിലാണ് അടിമാലി മച്ചിപ്ലാവ് കാർമൽ ജ്യോതി സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികളും ജീവനക്കാരും. സംസ്ഥാന തലത്തിലും ജില്ലാതലത്തിലും സ്കൂൾ തലത്തിലും ഏറ്റവും അധികം പോയിന്റ് നേടിയത് കാർമൽ ജ്യോതിയിലെ കുട്ടികളായിരുന്നു. ഇടുക്കി, തൃശൂർ ജില്ലകളായിരുന്നു ഇത്തവണത്തെ സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയത്. കലാകായിക രംഗങ്ങളിൽ നടക്കുന്ന വിവിധ മത്സരങ്ങളിൽ കഴിഞ്ഞ കുറെ കാലങ്ങളായി അടിമാലി മച്ചിപ്ലാവ് കാർമൽ ജ്യോതി സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികൾ തങ്ങളുടെ സാന്നിധ്യം അറിയിക്കാറുണ്ട്. ഇത്തവണ നടന്ന 25ാമത് സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിനും അതിന് മാറ്റമുണ്ടായില്ല.
ഇടുക്കി, തൃശൂർ ജില്ലകൾ സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിൽ മെന്റലി ചലഞ്ചഡ് വിഭാഗത്തിൽ 1ാം സ്ഥാനം പങ്കിട്ടിരുന്നു. ഇതിൽ ഇടുക്കിയുടെ കുതിപ്പിന് കരുത്തു പകരുന്നതിൽ കാർമൽ ജ്യോതി സ്കൂളിലെ കുട്ടികളുടെ പ്രകടനം നിർണായകമായി. സംസ്ഥാന തലത്തിലും ജില്ലാതലത്തിലും സ്കൂൾ തലത്തിലും ഏറ്റവും അധികം പോയിന്റ് നേടിയത് കാർമൽ ജ്യോതിയിലെ കുട്ടികളായിരുന്നു. കലോത്സവത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചതിന്റെ സന്തോഷമുണ്ടെന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞു. സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ പോയിന്റ് വാങ്ങി 1ാം സ്ഥാനത്തെത്തിയ സ്കൂള് കാർമൽ ജ്യോതിയാണ്. ഈ 14 കുട്ടികളും മോഹിനിയാട്ടം, ഉപകരണ സംഗീതം, ലളിതഗാനം, നാടോടി നൃത്തം, സംഘഗാനം, ദേശഭക്തി ഗാനം, പെൻസിൽ ഡ്രോയിങ് ഇത്രയും ഇനങ്ങളിലാണ് ഇവർ മത്സരിച്ചത്. ജൂനിയർ ഗ്രൂപ്പിൽ ദേശഭക്തി ഗാനത്തിനും സംഘഗാനത്തിനും എ ഗ്രേഡ് ഫസ്റ്റ് ലഭിച്ചു. അതോടൊപ്പം മോഹിനിയാട്ടത്തിൽ എ ഗ്രേഡ് സെക്കൻഡ്, മറ്റ് പങ്കെടുത്ത എല്ലാ ഐറ്റത്തിലും എ ഗ്രേഡ് ലഭിച്ചു. പെൻസിൽ ഡ്രോയിങ് ബി ഗ്രേഡ്. ബാക്കി സീനിയർ വിഭാഗത്തിലും കുട്ടികൾ നല്ല പ്രകടനമാണ് കാഴ്ചവെച്ചത്. അങ്ങനെ ഈ കുട്ടികളെ ഈ സംസ്ഥാന തലത്തിൽ 1ാം സ്ഥാനത്ത് എത്തിക്കുവാൻ വേണ്ടി ഈ വർഷം ആരംഭം മുതൽ കുട്ടികളുടെ കലാപരമായ കഴിവുകൾ കണ്ടെത്തി അവരെ പ്രത്യേക പരിശീലനം വർഷാരംഭം മുതൽ കൊടുത്തതിൻ്റെ ഒരു ഫലമാണ് ഇപ്പോൾ ഈ റിസൾട്ടിലെത്താൻ കഴിഞ്ഞത്. കാർമൽ ജ്യോതിയിലെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇവർ കലാപരമായി മാത്രമല്ല കായികപരമായും എല്ലാ തരത്തിലും വിവിധ മേഖലകളിലെ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന കുട്ടികളാണ്. സമൂഹം പലപ്പോഴും ഇവരെ കഴിവ് കുറഞ്ഞവരെന്ന് കാണുമ്പോഴും ഇവിടുത്തെ കുട്ടികളെ അവരുടെ ചെറിയ ചെറിയ കഴിവുകളാണെങ്കിലും കണ്ടെത്തി അവർക്ക് നിരന്തരമായ പരിശ്രമം, കൃത്യമായ പരിശീലനവും ഒക്കെ കൊടുത്തതുകൊണ്ടാണ് ഇവരെ ഇത്രമാത്രം എത്തിക്കാൻ കഴിഞ്ഞത്. സംഘഗാനം, ദേശഭക്തിഗാനം, മോഹിനിയാട്ടം, ഉപകരണ സംഗീതം, നാടോടി നൃത്തം തുടങ്ങി വിവിധ മത്സര ഇനങ്ങളിൽ കാർമൽ ജ്യോതിയിലെ കുട്ടികൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. 14 കുട്ടികളാണ് കലോത്സവത്തിൽ പങ്കെടുത്തത്. 9 ഇനങ്ങളിൽ മത്സരിച്ചു. ഇടുക്കി ആകെ നേടിയ 74 പോയിന്റിൽ 61 പോയിന്റ് നേടിയതും കാർമൽ ജ്യോതി സ്കൂളായിരുന്നു. സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ബിജിയുടെയും സ്കൂൾ മാനേജ്മെന്റിന്റെയും നേതൃത്വത്തിൽ കുട്ടികൾക്ക് അനുമോദനവും ഒരുക്കി. ഗവൺമെന്റ് സ്കൂൾ വെൽഫെയർ ഓർഗനൈസേഷൻ ജവഹർ ശ്രേഷ്ഠ വിദ്യാലയ പുരസ്കാരം അയ്യപ്പൻകോവിൽ ഗവൺമെന്റ് LP സ്കൂളിന് ലഭിച്ചു. തൊടുപുഴയിൽ വെച്ച് നടന്ന പരിപാടിയിൽ ജില്ലാ പഞ്ചായത്ത് അംഗം പ്രൊഫസർ MJ ജേക്കബ് പുരസ്കാരം സ്കൂൾ അധികൃതർക്ക് കൈമാറി. പാഠ്യേതര പ്രവർത്തനങ്ങളിലെയും അധ്യാപനത്തിലെയും മികവ്, സ്മാർട്ട് ക്ലാസ് മുറികൾ, കുട്ടികൾക്ക് കളിക്കുന്നതിനും ഉല്ലസിക്കുന്നതിനും വേണ്ടി വർണ്ണക്കൂടാരം പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച പാർക്ക് തുടങ്ങിയവ പുരസ്കാരം നേടാൻ സ്കൂളിനെ സഹായിച്ചു. കഴിഞ്ഞ ഒക്ടോബർ 5-ന് തൊടുപുഴ APJ അബ്ദുൽ കലാം ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ വെച്ച് പ്രധാനപ്പെട്ട MP ഉദ്ഘാടനം ചെയ്ത വേദിയിൽ ഇവിടുത്തെ PTA എക്സിക്യൂട്ടീവ് അംഗങ്ങൾ ഉൾപ്പെടെ വാർഡ് മെമ്പർ സോണിയ ജെറി ഉൾപ്പെടെ അധ്യാപകർ, HM ടീച്ചറിൻ്റെ നേതൃത്വത്തിൽ അധ്യാപകരും എത്തി അവാർഡ് നേടിയിരിക്കുകയാണ്. ഞങ്ങളെ സംബന്ധിച്ച് വളരെ സന്തോഷകരമായിട്ടുള്ള അവസരത്തിലാണ് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ, ഞങ്ങളുടെ കൂട്ടായ പ്രവർത്തനങ്ങൾ അതിനുവേണ്ടി ചുക്കാൻ പിടിക്കുന്ന PTA പ്രസിഡന്റ് ഷിൻഡോ, വൈസ് പ്രസിഡന്റ് രാജി, എല്ലാവരെയും നന്ദിയോട് ഓർക്കുകയാണ്. എല്ലാ PTA എക്സിക്യൂട്ടീവ് അംഗങ്ങളെയും ഓർക്കുകയാണ്. ഈ നേട്ടം ഞങ്ങൾക്ക് വളരെ അഭിമാനകരമാണ്. ഇത് ഞങ്ങളുടെ തുടർന്നുള്ള പ്രവർത്തനത്തിന് പ്രചോദനമാകും എന്ന് മാത്രമാണ് കരുതുന്നത്. സ്കൂളിന്റെ നിലവാരമുയർത്താൻ സഹായകരമായ നിരവധി പദ്ധതികൾ അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പാക്കിയതായും വരും വർഷങ്ങളിൽ കൂടുതൽ പദ്ധതികൾ നടപ്പാക്കുമെന്നും ഗ്രാമപഞ്ചായത്ത് അംഗം സോണിയ റജി പറഞ്ഞു. കുറഞ്ഞ നാൾ കൊണ്ട് തന്നെ പുരസ്കാരം നേടാൻ സ്കൂളിന് സാധിച്ചതിനാൽ ഇനിയും കൂടുതൽ നിലവാരത്തിലേക്ക് ഉയരാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ. പീരുമേട് വിദ്യാഭ്യാസ ഉപജില്ലാ വിദ്യാരംഗം തമിഴ് കലാസാഹിത്യവേദി LP വിഭാഗം സർഗോത്സവം വണ്ടിപ്പെരിയാർ ഗവൺമെന്റ് LP സ്കൂളിൽ വെച്ച് നടന്നു. അഴുത ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷാജി പൈനാടത്ത് സർഗോത്സവം ഉദ്ഘാടനം ചെയ്തു. വണ്ടിപ്പെരിയാർ, കുമ്മളി, പീരുമേട് പഞ്ചായത്തുകളുടെ LP തല സർഗോത്സവമായി നടത്തപ്പെട്ട വിദ്യാരംഗവേദി അഴുത ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷാജി പൈനാടത്ത് ഉദ്ഘാടനം ചെയ്തു. സാഹിത്യത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആണ് ഈ വിദ്യാരംഗം കലാസാഹിത്യവേദിയിലൂടെ ഈ മത്സരങ്ങളൊക്കെ നടക്കുന്നത്. സ്കൂളിൽ തലത്തിൽ മറ്റ് കലോത്സവങ്ങളൊക്കെ ഉണ്ടായെങ്കിൽ പോലും ഇത്തരത്തിൽ പ്രത്യേകമായിട്ട് സാഹിത്യത്തിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് സാഹിത്യ അഭിരുചിയുള്ള വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വിദ്യാലയ കലാസാഹിത്യ വേദിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള മത്സരങ്ങൾ നടത്തുന്നത്.
ഇതിനു മുന്നോടിയായി നടന്ന യോഗത്തിൽ PTA പ്രസിഡന്റ് ഫരത് അധ്യക്ഷനായി. വണ്ടിപ്പെരിയാർ ഗവൺമെന്റ് LP സ്കൂളിലെ പ്രധാന അധ്യാപകൻ P. പുഷ്പരാജൻ സ്വാഗതം ആശംസിച്ചു. വിദ്യാരംഗം കലാസാഹിത്യവേദി തമിഴ് വിഭാഗം കൺവീനർ ശാന്തി സപ്പോർട്ട് നന്ദി പറഞ്ഞു. പീരുമേട് വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ഉപജില്ലാ കോർഡിനേറ്റർ സെൽവം D. പരിപാടിയുടെ വിശദീകരണം നടത്തി. വ്യാപാരി വ്യവസായി സമിതി വണ്ടിപ്പെരിയാർ യൂണിറ്റ് പ്രസിഡന്റ് C. ജയകുമാർ, ആദിത്യ കോളേജ് പ്രിൻസിപ്പൽ R. രാമു, MBTA പ്രസിഡന്റ് രേണുക, ഗ്രാമ്പി LP സ്കൂൾ പ്രധാന അധ്യാപകൻ സുരേഷ് M, സീനിയർ അസിസ്റ്റന്റ് ലീമ ST രാജ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് സ്കൂളിൽ ഒരുക്കിയിരുന്ന 2 വേദികളിലായി തമിഴ് പത്തിൻചൊല്ലൽ, രചനാ പാരായണം, മോണോ ആക്ട് എന്നീ 3 കലാമത്സരങ്ങൾ നടന്നു. ஒரு ஊரில் ஒரு மரம் இருந்ததாம். அதில் பழமே இல்லை. அப்பொழுது மரம் சோகமாக இருந்தது. அப்பொழுது அங்கே வந்த ஒரு தேவதை, சிறந்தி கூடலுக்கெத்தா சீட்டு வாங்கி வந்தீங்களா? சிட்டெரும் மனசுகளா சீட்டேறி வந்தீங்களா? அச்சென்று வீடுக்க ஆழமாக புள்ளி நனைய வேண்டும். ஏகாந்தம் நம்மோடு ரசிக்க வேண்டும். வழக்கப்படுத்திக் கொள்ளு பாப்பா, மாலை முழுவதும் விளையாட்டு என்று வழக்கப்படுத்திக் கொள்ளு பாப்பா. തുടർന്ന് നടന്ന സമാപന സമ്മേളനവും സമ്മാന വിതരണവും പീരുമേട് AEO M. രമേശ് ഉദ്ഘാടനം ചെയ്തു. വണ്ടിപ്പെരിയാർ പഞ്ചായത്തിൽ ഗവൺമെന്റ് LPS ഗ്രാമ്പിയും, പീരുമേട് പഞ്ചായത്തിൽ GLPS ഗ്ലെൻമേരിയും, കുമ്മളി പഞ്ചായത്തിൽ ചെങ്കര LPSും ഓവറോൾ ചാമ്പ്യന്മാരായി. തുടർന്ന് പങ്കെടുത്ത മുഴുവൻ കുട്ടികൾക്കും സർട്ടിഫിക്കറ്റും മെഡലും നൽകി. വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ പ്രോഗ്രാം കൺവീനർ ഹുസൈൻ സാദത്ത് യോഗത്തിൽ നന്ദി അറിയിച്ചു. 3 പഞ്ചായത്തുകളിലെ 16 സ്കൂളുകളിൽ നിന്നായി 50ഓളം വിദ്യാർത്ഥികൾ പരിപാടിയിൽ പങ്കെടുത്തു. കട്ടപ്പന പള്ളിക്കവല സെന്റ് മാർത്താസ് നഴ്സറി സ്കൂളിൽ ഫ്രൂട്ട്സ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു. 20ഓളം ഇനം പഴങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ട് നടന്ന ഫ്രൂട്ട്സ് ഫെസ്റ്റ് ഓൾ കേരള ഡാൻസ് അസോസിയേഷൻ എക്സിക്യൂട്ടീവ് അംഗം KS സുരേഷ് ഉദ്ഘാടനം ചെയ്തു. 20ഓളം ഇനം പഴവർഗ്ഗങ്ങളാണ് പ്രദർശനത്തിൽ ഉണ്ടായിരുന്നത്. പഴവർഗ്ഗങ്ങളെല്ലാം കുട്ടികൾ വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവന്നവയാണ്. പരിപാടി ഓൾ കേരള ഡാൻസ് അസോസിയേഷൻ എക്സിക്യൂട്ടീവ് അംഗം KS സുരേഷ് ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും നല്ല രീതിയിൽ ഞാൻ എൻ്റെ ഈ ഒരു ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും ചെറിയ കുട്ടികൾ ഇത്രയും പഴങ്ങളെല്ലാം കൊണ്ടുവന്ന്, നിങ്ങൾ തന്നെ കൊണ്ടുവന്ന പഴങ്ങളാണ് ഇത് മുഴുവനും. ഇത് എല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് ഒരു ഉത്സവമാക്കി മാറ്റിയിരിക്കുകയാണ് നമ്മളിന്ന്. അതിനുവേണ്ടി കഷ്ടപ്പെട്ട, അതിനുവേണ്ടി തയ്യാറായ ഈ സെന്റ് മാർത്താസ് നഴ്സറി സ്കൂളിലെ പ്രിൻസിപ്പളിനും അതിനോടൊപ്പം തന്നെ സഹകരിച്ച എല്ലാ അധ്യാപകർക്കും അതിനോടൊപ്പം തന്നെ ഈ മാനേജ്മെന്റിനും എനിക്കുള്ള നന്ദിയും കടപ്പാടും ഞാൻ ആദ്യമേ അറിയിക്കുക തന്നെയാണ്. വ്യത്യസ്തങ്ങളായ പഴവർഗ്ഗങ്ങൾ കുട്ടികളെ പരിചയപ്പെടുത്തുകയും അവയുടെ ഗുണമേന്മകൾ ചെറുപ്പത്തിലെ കുട്ടികൾക്ക് പകർന്നു നൽകുകയുമാണ് ഫെസ്റ്റിന്റെ ഉദ്ദേശം. കുട്ടികൾ കൗതുകത്തോടെ പ്രദർശനത്തിൽ പങ്കെടുക്കുകയും പഴവർഗ്ഗങ്ങൾ രുചിക്കുകയും ചെയ്തു. വിവിധങ്ങളായ ആപ്പിളുകൾ, മുന്തിരികൾ, പൈനാപ്പിളുകൾ, ഡ്രാഗൺ ഫ്രൂട്ട്, വാഴപ്പഴങ്ങൾ, സീതപ്പഴം, വിവിധ ഇനത്തിൽപ്പെട്ട ഓറഞ്ചുകൾ, തണ്ണിമത്തൻ തുടങ്ങിയവയെല്ലാം പ്രദർശനത്തിൽ അണിനിരന്നിരുന്നു. പരിപാടിക്ക് പ്രിൻസിപ്പൽ മെറിൻ SMC, വിനയ SMC, മോൻസി SMC, മറ്റ് അധ്യാപകർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. മനോഹരമായ കൈയക്ഷരം ഏവരുടെയും സ്വപ്നമാണ്. അപ്പോൾ 2 കൈകൾ കൊണ്ടും ഒരേ സമയം മനോഹരമായി എഴുതാൻ കൂടി സാധിക്കുമെങ്കിലോ? അതിവേഗതയിൽ 2 കൈകൾ കൊണ്ടും എഴുതുന്ന ഒരു കൊച്ചുമിടുക്കിയുടെ വിശേഷങ്ങളാണ് ഇനി. ഇത് നെടുങ്കണ്ടം തേർഡ് ക്യാമ്പ് സ്വദേശിയായ ശ്രീലക്ഷ്മി സന്തോഷ്. കലാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനി. ശ്രീലക്ഷ്മി അക്ഷരം പഠിച്ചു തുടങ്ങിയ കാലം മുതൽ 2 കൈകൾ കൊണ്ടും എഴുതും. വലത് കൈ ഉപയോഗിച്ച് വലത്തോട്ടെഴുതുമ്പോൾ ഇടത് കൈ ഉപയോഗിച്ച് ഇടത്തോട്ടാണ് എഴുത്ത്.
ഇടതുകൈ ഉപയോഗിച്ചെഴുതുന്ന അക്ഷരങ്ങൾ നേരെ വായിക്കാൻ സാധിക്കില്ല. കണ്ണാടിയിൽ പ്രതിബിംബമായാണ് ഈ എഴുത്ത് വായിക്കാനാവുക. ഞാൻ എഴുതാൻ തുടങ്ങുമ്പോൾ മുതൽ 2 കൈ കൊണ്ട് എഴുതാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് ചെറുപ്പം മുതലേ ഞാൻ ചുമ്മാ എഴുതി പഠിച്ചാണ്. പിന്നെ ഇതൊരു ഹോബിയായി. സ്കൂളിൽ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. ഞാൻ 3 ലാംഗ്വേജ് എഴുതാറുണ്ട്. ഞാൻ പഠിക്കുന്നതെല്ലാം എഴുതി പഠിക്കാറുണ്ട് ഈ കൈ വെച്ച്. 2 കൈ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതും. ഞാൻ എന്ത് വേണേലും എഴുതും. ഞാൻ പടം വരയ്ക്കാറുണ്ട്. ഈ കൈ കൊണ്ട് തന്നെയാണ് വരയ്ക്കുന്നത്. അതെനിക്കൊരു പ്രാക്ടീസാണ്. ഞാൻ അല്ലാതെ തന്നെ പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കുകയും അത് എഴുതി പഠിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. മലയാളവും ഇംഗ്ലീഷും ഹിന്ദിയും ഇരു കൈകൾ ഉപയോഗിച്ച് ഒരേ സമയം എഴുതാൻ ശ്രീലക്ഷ്മിക്കാവും. സാധാരണ എഴുതുന്ന അതേ വേഗത തന്നെ 2 കൈകൾ ഉപയോഗിക്കുമ്പോഴുമുണ്ട്. ചിത്രരചനയിലും തൽപരയായ ഈ മിടുക്കി ഒരേ സമയം ഇരു കൈകളും ഉപയോഗിച്ച് ചിത്രം വരയ്ക്കാനുള്ള പരിശീലനത്തിലാണ് ഇപ്പോൾ. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഇനി കമ്പോളം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഗ്രീൻ ഹൗസ് കാർഡമം മാർക്കറ്റിംഗ് ഏലക്കാ ലേല വിവരം. ആകലോട്ട് 261, വിൽപ്പനയ്ക്ക് വന്നത് 71,848, വിൽപ്പന നടന്നത് 66,481. കൂടിയ വില 2,679, ശരാശരി വില 2,217. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 645 രൂപ, ഏലം കൂടിയ വില 2,200, ഏലം ശരാശരി വില 1,800. കാപ്പിപ്പരിപ്പ് 360, ഗ്രാമ്പു 950, കൊക്കോ 70, റബ്ബർ 210. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 7,100 രൂപ, വെള്ളി 102. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇരട്ടയാർ ശാന്തിഗ്രാം പാലത്തിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് ഇരട്ടയാർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇരട്ടയാറിൽ പ്രതിഷേധവും കട്ടപ്പന PWD ഓഫീസ് ഉപരോധവും സംഘടിപ്പിച്ചു. നിരവധി പ്രവർത്തകർ സമരത്തിൽ പങ്കെടുത്തു. പാലത്തിന്റെ സംരക്ഷണ ഭിത്തി നിർമ്മിക്കുന്നതിന് പൊതുമരാമത്ത് വകുപ്പ് ബ്രിഡ്ജസ് വിഭാഗം 13,85,000 രൂപ അനുവദിച്ചതായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിഷ ഷാജി. കട്ടപ്പനയിലെ ഹോട്ടലിൽ വിളമ്പിയ കപ്പ ബിരിയാണിയിൽ നിന്ന് ജീവനുള്ള പുഴുവിനെ ലഭിച്ചതായി പരാതി. തിങ്കളാഴ്ച രാത്രിയിൽ ഇടുക്കി കവലയിലെ മഹാരാജ ഹോട്ടലിൽ നിന്നും ദമ്പതികൾ കഴിച്ച ഭക്ഷണത്തിലാണ് പുഴുവിനെ കണ്ടെത്തിയതായി പരാതി ഉയർന്നിരിക്കുന്നത്. ഇത്തരം സംഭവങ്ങൾ തുടർച്ചയായ സാഹചര്യത്തിൽ നഗരസഭയ്ക്ക് മുമ്പിൽ പ്രതിഷേധത്തിനൊരുങ്ങി CPM കട്ടപ്പന ഏരിയ കമ്മിറ്റി. രാജാക്കാട് ഗ്രാമപഞ്ചായത്തിനോട് സർക്കാരിന് അവഗണനയെന്ന ആക്ഷേപം. പഞ്ചായത്തിൽ സെക്രട്ടറി, അസിസ്റ്റന്റ് എഞ്ചിനീയർ, ഓവർസിയർ എന്നീ തസ്തികകൾ ഒഴിഞ്ഞുകിടക്കുന്നു. മുല്ലക്കാനത്ത് പ്രവർത്തിക്കുന്ന CHCയിൽ കിടത്തി ചികിത്സയില്ലെന്നും പരാതി. വണ്ടിപ്പെരിയാർ ഡൈമുക്ക് മേഖലയിൽ വീണ്ടും പുലിയുടെ ആക്രമണം. 2 ആടുകളെ പുലി കൊന്നൊടുക്കി. മൂന്നാറിലെ ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാനകൾ ഇറങ്ങി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.